அமீர் அப்பாஸ் பந்திரியுடைய வரலாறை பற்றி நம்ம என்ன சொல்லுவோம், ஃபஸ்ட்டு தெலுங்கு தெரிஞ்சுக்கிற போகிறோம். தமிழ் இதுக்கப்புறம் பேசுவாங்க, அதுக்கு முன்னாடி தெலுங்கு பேச போகிறோம். அவங்க தெலுங்கு என்ன சொல்கிறாங்க அப்படின்றத அவங்க தெரிஞ்சுக்கலாம். அஸ்ஸலாமு அலைக்கும். വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏർവാടി 6666 ഏക്കറയിൽ ഒരുപാട് ശുഹദാക്കൾ ഇവിടെ കിടക്കുന്നുണ്ട്. ലാ യഅലമു അദദുഹും ഇല്ലല്ലാഹ്. അവരുടെ എണ്ണം അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മാഷാ അല്ലാ, ഞാൻ ഈ മണ്ണിലേക്ക് വന്നിട്ട് ഒരു 5 വർഷമായി. ഇവിടെ മഹാനായിരിക്കുന്ന കുത്തുബ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ ഷഹീദിൻ്റെ പ്രധാന കോടതിയാണ് മഹാനായിരിക്കുന്ന വസീറുൽ അക്ബർ, വസീറുൽ ആലം, അമീറുൽ മോമിനീൻ, അമീർ അബ്ബാസ് മന്ത്രി ഷഹീദ് എന്ന് പറഞ്ഞാൽ 6666 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ഏർവാടിയിൽ. അതിൽ പ്രധാനപ്പെട്ട കോടതിയാണ്. ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാ കാര്യത്തിലും അമീറായിട്ട് ഈ മഹത്തായ മണ്ണിൽ പരിശുദ്ധ ഇസ്ലാം ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി വലിയ തോതിൽ എല്ലാ കാര്യത്തിലും മുമ്പിൽ നിന്ന മഹാനായ പ്രശസ്തനായ ശുഹദാക്കളിൽ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് മഹാനായ വസീറുൽ അക്ബർ, വസീറുൽ ആലം, അമീറുൽ മോമിനീൻ, അമീറുല്ലാഹി, അമീർ അബ്ബാസ് മന്ത്രി ഷഹീദുള്ള. മാഷാ അല്ലാ, ഈ മണ്ണിലേക്ക് അബ്ബാസ് മന്ത്രി ഷഹീദിൻ്റെ മണ്ണിലേക്ക് ഒരു 5 വർഷത്തോളമായി ഞാനിവിടെ വന്ന് ഏർവാടിയിൽ വന്നതിൻ്റെ നമ്മളുടെ കാഴ്ചയിൽ, നമ്മളുടെ അനുഭവത്തിൽ ഈ മഹത്തായിരിക്കുന്ന മണ്ണിലേക്ക് വന്ന് അബ്ബാസ് മന്ത്രി ഷഹീദിൻ്റെ മണ്ണിലേക്ക് വന്ന് ഒരുപാട് രോഗികൾ നടക്കാൻ പോലും കഴിയാതെ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ഈ മഹത്തായ മണ്ണിൽ വന്നു ഇവിടെ ഇരുത്തി മഹാനായിരിക്കുന്ന അമീറുൽ മോമിനി, അമീറുല്ലാഹി, അമീർ അബ്ബാസ് മന്ത്രി, വസീർ സുൽത്താൻ ബാദുഷാ ഷഹീദിൻ്റെ ഈ കോടതിയിൽ വെച്ച് ഇവിടെ തൈലം മേണിച്ച് അവർക്ക് തേക്കലോടുകൂടി, ഇവിടെ പ്രധാനപ്പെട്ട തൈലുണ്ട്, അത് തേച്ച് പിടിപ്പിക്കലോടുകൂടി നടന്ന സംഭവങ്ങൾ നമ്മളെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് ഈ മഹത്തായിരിക്കുന്ന മണ്ണിൽ ശിഫയുണ്ട്. ഇവിടെ സ്വപ്നത്തിൽ ഓപ്പറേഷൻ ആവുന്ന സ്ഥലമാണ്. ഒരുപാട് നമ്മളെ അനുഭവത്തിൽ തന്നെ 100 കണക്കിന് അനുഭവങ്ങൾ ഈ മണ്ണിൽ നമുക്ക് പറയാനുണ്ട്. മഹാനായിരിക്കുന്ന ബാദുഷാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. എൻ്റെ ജീവനും മഹാനായിരിക്കുന്ന അമീർ അബ്ബാസ് മന്ത്രി ഷഹീദിൻ്റെ ജീവനും രണ്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ശരീരം ഒരേ ശരീരമാണ്. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം മഹാനായ കുതുബ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ ഷഹീദും അവിടുത്തെ കുടുംബസഹിതം ഈ മണ്ണിലേക്ക് വരുന്ന സമയത്ത്, പരിശുദ്ധ ഇസ്ലാം ദീന് ഇല്ലാത്ത ഈ സമയത്ത് ഇവിടെ ഒരുപാട് മനുഷ്യർക്ക് നന്മ മാത്രം അവർ ചെയ്തിട്ടുണ്ട്. ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും നന്മയുടെ കരങ്ങളാണ് അവർ നീട്ടിക്കൊടുത്തത്. അവരുടെ നന്മയുടെ കരങ്ങൾ കണ്ട് ഒരുപാട് ആൾക്കാർ അവരുടെ സ്വഭാവ മഹിമകൾ കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമാണ് ഈ ഏർവാടിൻ്റെ മണ്ണിലുള്ളത്. ആ സമയത്തൊക്കെ ബാദുഷാ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി അങ്ങകലെ തുർക്കി രാജ്യങ്ങളിൽ, തുർക്കി രാജ്യത്ത് രാജകൊട്ടാരത്തിൽ താമസിച്ചിരുന്ന തുർക്കിയുടെ രാജാവാണ് മലിക്കുർ റൂം എന്നാണ് അതിൽ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു റൂം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട്. അപ്പോൾ പരിശുദ്ധ റൂമിൻ്റെ മലിക്കാണ്, മലിക്കുർ റൂം, റൂമിൻ്റെ രാജാവാണ് മഹാനായിരിക്കുന്ന അബ്ബാസ് മന്ത്രി റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് മന്ത്രി റളിയല്ലാഹു അൻഹുവാണ് അവിടുത്തെ 1 ലക്ഷം പട്ടാളക്കാരും അനുയായികളുമായി ഈ മണ്ണിലേക്ക് വന്നത്. ഈ മണ്ണിൻ്റെ ചരിത്രം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ പറഞ്ഞു തീർക്കാനേ കഴിയുകയില്ല. ഒരുപാട് രോഗങ്ങൾ, ഏത് രോഗത്തിനും ഈ മഹാൻ്റെ ഹളറത്തിൽ ശിഫയുണ്ട്. സ്വപ്നത്തിൽ, രാത്രി കാലങ്ങളിൽ സ്വപ്നത്തിൽ ഓപ്പറേഷനാകുന്ന സ്ഥലമാണ്. മരുന്നുകൊണ്ട് അനേക രോഗങ്ങൾ, ക്യാൻസറും മാരകമായ രോഗങ്ങൾ ഡോക്ടർമാർ ഇത് ഒരിക്കലും ഇനി ശിഫ ആകുകയില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ രോഗം പോലും ഈ മണ്ണിൽ വെച്ച് ശിഫയാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ മഹാനായിരിക്കുന്ന ഈ മഹാമനുഷ്യൻ്റെ ഹളറത്തിൽ വന്നവർ എൻ്റെ ദുനിയാവിൽ വെച്ച് അവൻ്റെ ഉപജീവിതത്തിന് വേണ്ടി എനിക്കൊരു തൊഴിലുമില്ല, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കടങ്ങളെ കൊണ്ടും വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത്, അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുത്ത്,
ഒരുപാട് പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് തടസ്സം വന്നപ്പോൾ ഈ മണ്ണിൽ വന്ന് വള കെട്ടി വിവാഹം നടന്ന ഒരുപാട് സംഭവങ്ങൾ ഈ മഹത്തായിരിക്കുന്ന ഈ മണ്ണിലുണ്ട്. മഹാനായിരിക്കുന്ന ഇവിടെ വറവിട്ട് കിടക്കുന്ന പ്രശസ്തനായ ഏർവാടിലെ 6666 ഏക്കരയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന എണ്ണിയാൾ ഒതുങ്ങാത്ത ശുഹദാക്കളെ നിയന്ത്രിക്കുന്ന മഹാനായ അമീർ അബ്ബാസ് മന്ത്രി ഷഹീദിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഈ വെള്ളം ഇവിടെ കൊടുക്കുന്ന ഈ വെള്ളം ഇത് ഷിഫയുടെ വെള്ളമാണ്. ഒരുപാട് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ ഡോക്ടർമാർ ഇനി ഒരിക്കലും ഷിഫയാവുകയില്ല എന്ന് എഴുതിയത്, ഇനി എനിക്ക് ജീവിതം ഇല്ല, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കാനില്ല എന്ന് പോലും വിഷമം കൊണ്ട് നിന്നവർക്ക് ഈ വെള്ളത്തിൽ നിന്ന് അല്പം കുടിച്ചപ്പോൾ അവരെ രോഗം ഷിഫയായിട്ടുണ്ട്. ഇത് ഒരുപാട് രോഗങ്ങൾ, നേരത്തെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ തൈലം നടക്കാത്തവർ നടത്തിയ മഹത്തായിരിക്കുന്ന തൈലമാണ്. ഈ മഹാന്റെ അള്ളറത്തിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അതിന് ഷിഫയുണ്ട്, ഏത് വേദനക്കും അത് തേച്ചാൽ ഷിഫയുണ്ട്. മക്കൾക്ക് ബുദ്ധിയില്ലാത്തവർക്ക്, ഇഫ്ലില്ലാത്തവർ ഇവിടെ കൊടുക്കുന്ന ആ തേനി അല്പ നാക്കിൽ പുരട്ടിയപ്പോൾ എത്രയോ ഇൽമുകൾ, ഭൗതികമാവട്ടെ മതപരമാവട്ടെ, രണ്ട് വിജ്ഞാനവും അവർ കരഗതമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കിടക്കുന്ന മലിക്കുർ റൂം എന്നാണ് ഈ മഹാൻ അറിയപ്പെടുന്നത്. മലിക്കുർ റൂം, റൂമിൻ്റെ ചക്രവർത്തിയാണ് ഇവിടെ കിടക്കുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തുർക്കി എന്നാണ് അതിനെ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലും പറയുന്നത്. അറബിയിൽ മലിക്കുർ റൂം എന്ന് പറയും. മഹാനായിരിക്കുന്ന അബ്ബാസ് മന്ത്രി റളിയല്ലാഹു അൻഹു റൂമിൻ്റെ രാജാവായിരുന്നു. അവിടെ രാജകൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം 1,00,000 പട്ടാളക്കാരായിട്ട് മഹാനായ ബാദുഷാ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൻ്റെ അമീറായിട്ട് ഇവിടെ പങ്കെടുത്ത വലിയ വ്യക്തിത്വമാണ് മഹാനായിരിക്കുന്ന അബ്ബാസ് മന്ത്രി റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ സൗകര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവ്യക്തിത്വത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംസാരിക്കുന്നത് അനീഫ ഫാളിൽ ബദരി അൽ ബാക്കവി, കണ്ണൂര്. അസ്സലാമു അലൈക്കും. இப்போ பார்த்தீங்கன்னா நம்ம வந்து தமிழில் எத்தனை பேர் தெரிஞ்சுக்கிட்டோம். இது கேரளா வந்திருக்காங்க, அவங்க மலையாளத்தில் பேச போகிறாங்க. இந்த அப்பாஸோட தர்கா பற்றி அவங்க லாங்குவேஜில் பேச போகிறாங்க, அவங்க பேசலாம். ഇവിടെ മക്കളില്ലാത്തവർ ഇവിടെ തൊട്ടിലെട്ടിലുണ്ട്. മഹാനായ വസീർ അള്ളാഹ് അമീർ അബ്ബാസ് എന്നൊരു ഉപ്പാപ്പൻ്റെ അള്ളർന്ന് നെയ്യത്താക്കി ഉപ്പാപ്പനും വിചാരിച്ച് ഇവിടെ തൊട്ടിലെട്ടി എത്രയോ ജനങ്ങൾ മക്കൾ കിട്ടിയതുണ്ട്. കിട്ടി ഇവിടെ കുറേ ആൾക്കാർ വന്ന് പാങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതുണ്ട്. മക്കൾ കിട്ടിയ കാരണം കൊണ്ട് ഇവിടെ വന്ന് പാങ്ങൾ ഭക്ഷണം കൊടുത്തതുണ്ട്. പല ഉമ്മമാർ ഇവിടെ വന്ന് പറയുന്നുണ്ട്, എനിക്ക് മക്കൾ കിട്ടിയ മോനെ ഞാൻ ഇവിടെ തൊട്ടിലാട്ടാനുണ്ട്, പാങ്ങൾ ഭക്ഷണം കൊടുക്കണം പറഞ്ഞതുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പല പല ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് കേസുകളെല്ലാം ഇവിടെ വന്നിട്ട് 2 ദിവസം 3 ദിവസം 10 ദിവസം മാസം തങ്ങി അസുഖം മാറുകളുമുണ്ട്. മഹാനായ ഉപ്പാപ്പൻ്റെ വസീർ ഉപ്പാപ്പൻ്റെ ദുആ ബർക്കത്തോട്ട് ഒരുപാട് നമുക്ക് അനുഭവമുണ്ട് ശിഫായത്. എത്രയോ മാറാത്ത രോഗങ്ങൾ ഇവിടെ വന്നിട്ട് മാറിയതുണ്ട്. ഇതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. ഇവിടെ കിടന്ന മഹാന്മാരാണ് ഇതിൻ്റെ ചെയ്യേണ്ടത്. ഇവിടെ കിടക്കുന്ന വസീർ അമീർ ഉപ്പാപ്പൻ്റെ ദുആ ബർക്കത്ത് കൊണ്ട് ഇത്രയോ ആൾ നടക്കാൻ കഴിയാത്ത ആൾക്കാരടക്കം ശരിയായതുണ്ട്. സുഖമില്ലാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവന് ഹോസ്പിറ്റലിൽ മടിക്ക് കേസുകൾ ഇവിടെ വന്ന് ഈ മഹാന്റെ ദുആ ബർക്കത്ത് കൊണ്ട് ഷിഫായി എത്രയോ ജനങ്ങൾക്കുണ്ട്. അത് വന്ന കാരണം കൊണ്ട് ഇവിടെ പട്ടുമൂടലുണ്ട്. മഹാനായ ഉപ്പാപ്പൻ അള്ളാഹത്തിലേക്ക് വന്നിട്ട് ഇവിടെ കാണിക്കിടലുണ്ട്. എല്ലാം മഹാനായ ഉപ്പാപ്പൻ എല്ലാം നോക്കുന്നത്. പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. ഇവിടെ കിടന്ന മഹാന്മാരാണ്. அதாவது தர்கா வந்து எப்படி செய்கிறாங்க, அவங்களுடைய தர்காவின் சிறப்பு வந்து அவங்க லாங்குவேஜ் சொன்னாங்க, நம்ம அருமையாக பேசணும். பார்த்தீங்கன்னா நம்ம தமிழை எக்ஸ்பிளைன் என்ன நடக்குது அப்படின்னு ஓகே, இது மலையாளத்தை பற்றி வாங்க பேசலாம். ചേട്ടാ ഇവിടെ മക്കളില്ലാത്തവർ മഹാനായ വസീർ ഉപ്പാവൻ വിചാരിച്ച് ഇവിടെ കിടന്ന മഹാന്മാർ വിചാരിച്ച് ഇവിടെ തൊട്ടിൽ കെട്ടി എത്രയോ ജനങ്ങൾ മക്കൾ കെട്ടിയതുണ്ട്. ഇതെല്ലാം തൊട്ടിലാണ് കെട്ടിയത്. ഇവിടെ തൊട്ടിൽ കെട്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്ന പാങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തൊട്ടിൽ എത്രയോ കുട്ടികൾ കിട്ടിയതുണ്ട്. മക്കളില്ലാത്ത എത്രയോ ജനങ്ങൾ ഉപ്പാവൻ വിചാരിച്ചിട്ട് ഹോസ്പിറ്റൽ മെഡിക്കൽ മക്കളാവൂല എന്ന് പറഞ്ഞത് ഇവിടെ തൊട്ടിലെട്ടി മക്കളായതുണ്ട്, ഒരുപാടുണ്ട്. നമുക്കേ അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്ന് തൊട്ടിലെട്ടി മക്കളായി. എനിക്കൊന്ന് പാങ്ങൾ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നീ ആ തൈ പല ആൾക്കാർക്കും മക്കൾ കിട്ടി ഇവിടെ നടന്നതുണ്ട്. പിന്നെ അതേമാതിരി ഹോസ്പിറ്റൽ മെഡിക്കൽ കേസുകൾ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട് അതെല്ലാം. അപ്പോൾ രാജ്യത്ത് വേറെ കിടക്കുന്ന ഇവിടെ മഹാന്മാർ ബർക്കത്ത് കൊണ്ട് ഷിഫ ആയതുമുണ്ട്. എത്രയോ ആൾക്ക് സുഖമില്ലാത്തത് എണിച്ച് നടക്കാൻ പറ്റുന്നത് നടന്നതുണ്ട്. അത് ശൈത്താന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ കിടന്ന് ബാബന്റെ ദുആ ബർക്കത്ത് ഷിഫ ആയതുണ്ട്.
ஓகே, அதாவது நடக்கிற விஷயம் நடந்துருது. அவங்க என்ன பரிகாரம் செய்கிறாங்களோ, அவங்க என்ன நினைஞ்சுக்காங்களோ அது நடக்குதுன்றது மிக தெளிவாக சொல்லியிருக்காங்க.